ബലിദാനികളുടെ കുടുംബങ്ങളെയും RSSന്റെ മുതിർന്ന കാര്യകർത്താക്കളെയും സന്ദർശിച്ച അനുഗ്രഹം തേടി രാജ്യസഭാ MP C സദാനന്ദൻ മാസ്റ്റർ. സംസ്ഥാനത്തെ ആദ്യത്തെ ധീര ബലിദാനി വാടിക്കൽ രാമകൃഷ്ണന്റെ കുടുംബത്തെ സന്ദർശിച്ചാണ് ദൗത്യത്തിന് അദ്ദേഹം തുടക്കമിട്ടത്. വാടിക്കൽ രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള ബലിദാനികളാണ് സംഘടനയ്ക്ക് ആദർശദീപമായി നിൽക്കുന്നത് എന്ന് സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. സംഘടനയ്ക്കായി ജീവൻ ബലിയർപ്പിച്ചവർ, ജീവിതം സമർപ്പിച്ചവർ, രാജ്യസഭാ MP എന്ന വലിയ ഉത്തരവാദിത്വം തേടിയെത്തിയപ്പോൾ അവരെ ഓരോരുത്തരെയും നേരിൽ കണ്ട് അനുഗ്രഹം തേടുകയാണ് സദാനന്ദൻ മാസ്റ്റർ. ബലിദാനികളുടെ കുടുംബങ്ങളെയും മുതിർന്ന സംഘകാര്യകർത്താക്കളെയും അദ്ദേഹം നേരിലെത്തി കണ്ടു. അതിന് തുടക്കം കുറിച്ചതാകട്ടെ സംസ്ഥാനത്തെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ ഇരയായ വാടിക്കൽ രാമകൃഷ്ണന്റെ കുടുംബത്തെ കണ്ടാണ്. ധീരബലിദാനിയുടെ വീട്ടിലെത്തിയ അദ്ദേഹത്തെ കുടുംബാംഗങ്ങൾ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. ഒരു മഹത്തായ ആശയത്തിന്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് വാടിക്കൽ രാമകൃഷ്ണന് ജീവൻ നഷ്ടമായത് എന്നും വാടിക്കൽ രാമകൃഷ്ണന്റെ വധമുണ്ടാക്കിയ കറ CPM എന്ന പാർട്ടിയെയും ആ കൊലക്കേസിലെ പ്രധാന പ്രതികളിൽ ഒരാളായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രിയെയും ബാധിച്ചിട്ടുണ്ട് എന്ന് MP സദാനന്ദൻ മാസ്റ്റർ പറഞ്ഞു. ആ പരമ്പരയിലെ ആദ്യത്തെ പേരാണ് വാടിക്കൽ രാമകൃഷ്ണൻ എന്നുള്ളത്. ഇപ്പം രാമകൃഷ്ണേട്ടൻ്റെ സ്മരണ തീർച്ചയായിട്ടും അദ്ദേഹം ജീവൻ വെടിഞ്ഞത് ഒരു മഹത്തായ ആശയത്തിൻ്റെ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആ പന്ഥാവിലാണ്. അപ്പം ആ വഴിയിലൂടെ പിന്തുടർന്നു പോകാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തകരെ സംബന്ധിച്ച് ഒരാദർശ ദീപമായിട്ടാണ് വാടിക്കൽ രാമകൃഷ്ണേട്ടനെ പോലെയുള്ള ആ പരമ്പരയിൽപ്പെട്ട മുഴുവൻ കാര്യകർത്താക്കളെയും കാണുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ അവരുടെ സ്മൃതി നിലനിൽക്കുന്ന വീടുകളിൽ, സ്മൃതി കുടീരങ്ങളിൽ സന്ദർശിക്കുക, അതിൽ നിന്ന് ആത്മവിശ്വാസം ഉൾക്കൊള്ളുക, ലക്ഷ്യബോധം ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുക എന്ന രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ബലിദാനികളായ സഹോദരങ്ങളുടെ വീടുകളിൽ സന്ദർശിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രഥമ പരിഗണന. ഒരുപക്ഷെ അന്ന് ഭരണത്തിലുണ്ടായിരുന്ന അവരുടെ സർക്കാരിൻ്റെ പ്രവർത്തനം കൊണ്ട് അല്ലെങ്കിൽ സ്വാധീനം കൊണ്ടൊക്കെ കേസിൻ്റെ സാങ്കേതികമായ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞെങ്കിലും ആ കറ ഇപ്പോഴും ആ പാർട്ടിയെയും പാർട്ടിയെ നയിച്ചിരുന്ന നേതാവിനെയും ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമേതുമില്ല. മുതിർന്ന സംഘകാര്യകർത്താവ് കൊളക്കോട് ചന്ദ്രശേഖരനെയും അദ്ദേഹം സന്ദർശിച്ച് അനുഗ്രഹം തേടി. തുടർന്ന് ജില്ലയിലെ വിവിധ ബലിദാനികളുടെ വീടുകളും അദ്ദേഹം സന്ദർശിച്ചു. ജനം, കണ്ണൂർ.